ഇന്നത്തെ ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 15 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന്നെ സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും. ഈ വേദഭാഗം വളരെയേറെ ചിന്തകൾ നൽകുന്നതായ ഒരു വേദഭാഗമാണ്. ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ സ്വാഭാവികമായും ചിന്തിക്കുന്നതായ ചില കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിലുടനീളം നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സകലവിധ ദ്രവ്യാഗ്രഹവും നാം ഒഴിഞ്ഞുകൊള്ളണം. ദ്രവ്യാഗ്രഹം കൈമുതലാക്കിയ ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുന്നു. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദ്രവ്യാഗ്രഹവുമായി നടക്കുന്ന ആളുകളുടെ വലിയൊരു കൂട്ടത്തെയാണ് നാം ഈ ലോകത്തിൽ കാണുന്നത്. ഏത് വിധേനയും പണം സമ്പാദിക്കുവാനും ഏത് വിധേനയും ധനികരാകുവാനും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സ്വഭാവത്തെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കും. എങ്ങനെയും പണമുണ്ടാക്കുവാൻ മനുഷ്യൻ ഈ കാലത്ത് മടിക്കുന്നില്ല. അത് നേരായ വഴിയിലൂടെ എന്നതിനേക്കാൾ ഉപരിയായി മറ്റ് കുൽസിത മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നതിനും മനുഷ്യൻ മടിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏത് വിധേനയും പണം സമ്പാദിച്ച് അങ്ങനെ സുഖിമാന്മാരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത്. വളരെ പെട്ടെന്ന് ധനികരാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സ്വഭാവം. അതുകൊണ്ട് എന്തെല്ലാം സംഭവിക്കുന്നു? കൊള്ളയും കൊലയും കൊള്ളിവയ്പ്പും എല്ലാം നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നു. മനുഷ്യന് എന്തൊരു അക്രമവും പ്രവർത്തിക്കുവാൻ മടിയില്ല. കാരണം പണം സമ്പാദിക്കുവാൻ ഏതു മാർഗം തിരഞ്ഞെടുക്കുന്നതിനും മടിയില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം അധപ്പതിച്ചു പോയിരിക്കുന്നു. ചില നാളുകൾക്ക് മുൻപ് ഉണ്ടായതായ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. കോട്ടയത്ത് നിന്ന് ഒരു മനുഷ്യൻ ടാക്സി വിളിച്ചു. ആ ടാക്സിയുമായി അദ്ദേഹം യാത്ര ചെയ്ത് ഇടുക്കി ഭാഗത്തേക്ക് ചെന്നു. ഇടുക്കിയിൽ വെച്ച് ആ ടാക്സി വിളിച്ച ആൾ ഡ്രൈവറെ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണവും അപഹരിച്ച് കടന്നു കളഞ്ഞു. എന്നാൽ ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പോലീസിൻ്റെ പിടിയിലായി. അങ്ങനെ പിടിയിലായതായ ആ മനുഷ്യനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതായ പണം അപഹരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ടാക്സി വിളിച്ചുകൊണ്ട് പോയത്. ആ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതായ പണമാകട്ടെ വെറും 24 രൂപയായിരുന്നു. 24 രൂപയ്ക്ക് വേണ്ടി ഒരു പാവം പിടിച്ച മനുഷ്യനെ കൊലപ്പെടുത്തി കളഞ്ഞു. അത്രമാത്രം ഭയാനകമായ അക്രമം നിറഞ്ഞിരിക്കുന്നതായ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുന്നു. പണമുണ്ടാക്കുന്നതിന് മനുഷ്യൻ എന്ത് കുൽസിത പ്രവർത്തനങ്ങളും ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്ത അത്രമാത്രം അക്രമം നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്നുള്ളത് വളരെ സങ്കടത്തോടുകൂടെ
നമുക്ക് പറയാതിരിക്കുവാൻ തരമില്ല. പണമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പണമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതുന്നവരുണ്ട്. സമാധാനം ലഭിക്കുവാനും സന്തോഷം ലഭിക്കുവാനും സന്തോഷമായി ജീവിക്കുവാനും ഒക്കെ ആധാരമായിരിക്കുന്നത് പണമാണ് എന്നാണ് മനുഷ്യൻ ധരിച്ച് വശായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണസമ്പാദനമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സ്വസ്ഥമായി ജീവിക്കണമെന്നോ സന്തോഷമായിരിക്കണമെന്നോ എന്നൊക്കെ ഉള്ളതിനേക്കാൾ ഉപരിയായി പണം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുമെന്ന് എല്ലാ മനുഷ്യനും വിചാരിക്കുന്നു. പണത്തിന് വേണ്ടി എത്രയോ നിരപരാധികൾ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എത്രയോ പേർ ദുരിതമനുഭവിക്കുന്നു, എത്രയോ പേർ അക്രമത്തിനിരയായി തീർന്നു. അങ്ങനെ പണത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു കാലത്തേക്ക് നാം വന്നിരിക്കുകയാണ്. പണമാണ് എല്ലാറ്റിൻ്റെയും ആധാരമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നു. എന്നാൽ ദൈവവചനം പറയുകയാണ്, സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. കർത്താവ് പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത് അവൻ്റെ വസ്തുവകയോ അവൻ്റെ പണമോ അല്ല എന്നുള്ളതാണ്. അതിന് ഉപോദ്ബലകമായി കർത്താവ് ഒരു ഉപമ പറയുന്നതാണ് ഞാൻ പ്രാരംഭത്തിൽ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. കർത്താവ് പറയുകയാണ്, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ്, ഞാനിനി എന്താ ചെയ്യുന്നത്? എൻ്റെ ഭൂമി നന്നായി വിളഞ്ഞിരിക്കുന്നു, എനിക്കിഷ്ടം പോലെ പണം ലഭിച്ചിരിക്കുന്നു, ഇഷ്ടം പോലെ സമ്പാദ്യം എനിക്കുണ്ട്, ഞാനിനി എന്ത് ചെയ്യും? അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ പണമെല്ലാം സ്വരൂപിച്ചു വെക്കുന്നതിന് വേണ്ടി എൻ്റെ ധാന്യശാലകളെല്ലാം പൊളിച്ച് ഞാൻ വലിയവ പണിയും, അതിൽ ഞാൻ എൻ്റെ വസ്തുവകയെല്ലാം ശേഖരിച്ചു വയ്ക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, നിനക്ക് മതിയായ വസ്തുവക ഏറിയ ആണ്ടേക്ക് നീ സ്വരൂപിച്ചിരിക്കുന്നു, നിനക്ക് ധാരാളം പണമുണ്ട്, നീ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതുകൊണ്ട് നീ സ്വസ്ഥമായി സന്തോഷമായിരിക്കുക. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുന്നതായ ഒരു കാര്യമാണ്. ഇഷ്ടം പോലെ പണം സമ്പാദിച്ചിട്ട് ആശ്വസിക്കുവാനും തിന്നുവാനും കുടിക്കുവാനും ആനന്ദിക്കുവാനും ആഗ്രഹിക്കുന്നതായ ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. പണം ധാരാളം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആശ്വാസം ലഭിക്കുമോ? പണം ധാരാളമുണ്ടെങ്കിൽ സ്വസ്ഥത ലഭിക്കുമോ? ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമോ? സമാധാനമുണ്ടാകുമോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവത്തിലുള്ളതായ ഉത്തരം. എത്ര വലിയ ധനാഢ്യനായിരുന്നാലും ആ ധനം നിമിത്തം അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുന്നില്ല, അദ്ദേഹത്തിന് സന്തോഷമോ സമാധാനമോ ലഭിക്കുന്നില്ല. പ്രത്യുത ധനം കൂടുന്നതനുസരിച്ച് സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലാതെയായി വരുന്നതാണ് നാം കണ്ടുവരുന്നതായ ഒരു സത്യം. പ്രിയമുള്ളവരെ, സ്വത്ത് സമ്പാദിക്കുന്നതിലൂടെയോ ധനം കൂടുതലായി സമ്പാദിക്കുന്നതിലൂടെയോ സന്തോഷമോ സമാധാനമോ ലഭിക്കുന്നില്ല. അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാരാബ്ധങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാനുള്ള പണം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് പണം ആവശ്യമാണ്. എന്നാൽ പണം അധികമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ നാം ബുദ്ധിമുട്ടുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ്, കർത്താവെ, ധാരാളം സമ്പത്ത് വർദ്ധിച്ചിട്ട് ദൈവത്തെ മറന്നു കളയുവാനും സമ്പത്തില്ലാതെ വന്ന് ദാരിദ്ര്യം അനുഭവിച്ചിട്ട് ദൈവത്തെ തള്ളിപ്പറയുവാനും എന്നെ ഇടയാക്കരുതേ എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ നാം ദൈവത്തെ മറക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ മനുഷ്യൻ്റെ വിളവെല്ലാം ധാരാളമായി വർദ്ധിച്ചപ്പോൾ താൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നിനക്ക് ഏറിയ ആണ്ടേക്കുള്ള വസ്തുവക മുഴുവനായി സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ആശ്വസിക്കുക. എന്നാൽ കർത്താവ് അവനോട് ചോദിക്കുന്നു, മൂഢാ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്നെഴുതിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാനിടയാകട്ടെ. പണമല്ല നമ്മുടെ ജീവൻ ആധാരമായിട്ടുള്ളത്. നമുക്ക് സ്വസ്ഥത നൽകുന്നതും സമാധാനം നൽകുന്നതും സന്തോഷം നൽകുന്നതും നമ്മെ ആശ്വസിപ്പിക്കുന്നതും പണമല്ല, പ്രത്യുത ദൈവവചനമാണ്.
ആ ദൈവവചനമാണ് നമുക്ക് സ്വസ്ഥത നൽകുന്നത്, നമുക്ക് സമാധാനം നൽകുന്നത്. ജീവിതത്തിൽ നിരാശ മാറ്റി സന്തോഷത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ നമ്മെ അനുവദിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് ദൈവവിഷയമായി നാം സമ്പന്നരാകണം. ഇന്ന് രാവിലെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ ദൈവവിഷയമായി സമ്പന്നനായിരിക്കുന്നുവോ? ഈ ലോകത്തിലെ ധനത്തിൽ ആശ്രയിച്ച് ഈ ലോകത്തിൻ്റെ ധനം സമ്പാദിക്കുന്നതിൽ മാത്രമായി ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുവോ? അതിൽ ഞാൻ ആശ്വസിക്കുവാനും സന്തോഷിക്കുവാനും ശ്രമിക്കുന്നുവോ? അത് എനിക്ക് സമാധാനം നൽകുന്നതല്ല. എന്നാൽ കർത്താവിൻ്റെ വകയായി തീർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ സമാധാനവും സന്തോഷവും എല്ലാ ആശ്വാസവും ലഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇന്ന് രാവിലെ ദൈവവചനത്തിൻ്റെ അരികിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവിഷയമായി സമ്പന്നനാകുന്നതാണ് ഈ ലോകത്തിലെ ധനത്തേക്കാൾ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല എങ്കിൽ പോലും ദൈവവിഷയമായി നാം സമ്പന്നരാണെങ്കിൽ അതാണ് നാം ഏറ്റവും വലിയ സമ്പത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. നാം ഏറ്റവും വലിയ സമ്പന്നരായിത്തീരുന്നത് ആ ദൈവവിഷയത്തിലാണ്. അങ്ങനെയെങ്കിൽ നാം അനുഗ്രഹീതരായി ഇന്നത്തെ ദിവസം ആ അനുഗ്രഹത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ലോകത്തിൽ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം അക്രമപ്രവൃത്തികളിലൂടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ കർത്താവെ, ദൈവവിഷയമായി സമ്പന്നരാകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, നശിച്ചു പോകുന്നതായ ധനത്തിൻ്റെ പിന്നാലെ പോകാതെ ജീവൻ ആധാരമായിട്ടുള്ള ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ദൈവവിഷയമായി സമ്പന്നരാകുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരും അങ്ങനെ സമ്പന്നരാകുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ നശ്വരമായ സമ്പത്തിൻ്റെ പിന്നാലെ പോയി അതിൽ ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കാതെ കർത്താവെ, ദൈവവചനത്തിൽ ആശ്വസിക്കുവാനും ദൈവവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിക്കുവാനും അങ്ങനെ ദൈവവിഷയമായി സമ്പന്നരായി തീരുവാനും എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകണമേ കർത്താവെ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതിന്മേലെല്ലാം അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.